എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ സ്കെയിലാർ പൈപ്പ് ലൈൻ ഡിസൈനിനെ പറ്റിയാണ്. നമ്മൾ ഓൾറെഡി സൂപ്പർ സ്കെയിലാർ പ്രോസസ്സേഴ്സ് എന്താണ്, അതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയിരിക്കും, അത് വച്ചിട്ട് എങ്ങനെ നമുക്ക് എഫിഷ്യൻ്റായിട്ട് പ്രോഗ്രാം ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മൾ നോക്കിയായിരുന്നു. സൂപ്പർ സ്കെയിലാർ എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഡിസൈനാണ് എന്ന് നമ്മളൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ പൈപ്പ് ലൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൂപ്പർ സ്കെയിലാർ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഇവിടെ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈമിൽ നമ്മൾ ഫെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എം ഇൻസ്ട്രക്ഷൻസ് ഒരു ക്ലോക്ക് സൈക്കിളിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ സൂപ്പർ സ്കെയിലാർ എന്ന് വിളിക്കുന്നത്. സാധാരണ സ്കെയിലാറിൽ, നോർമൽ സ്കെയിലാർ പ്രോസസ്സറിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുമ്പോൾ സൂപ്പർ സ്കെയിലാറിൽ ഇറ്റ് ക്യാൻ ഫെച്ച് n ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ സിംഗിൾ ക്ലോക്ക് സൈക്കിൾ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഇതിൻ്റെ പൈപ്പ് ലൈൻ ഡിസൈൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സൂപ്പർ സ്കെയിലാർ പൈപ്പ് ലൈനിൻ്റെ ഡിസൈനിൽ വരുന്ന പാരാമീറ്റേഴ്സാണിത്. ഇതൊരു കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഒരു സ്കെയിലാർ ബേസ് മെഷീനും ഒരു സൂപ്പർ സ്കെയിലാർ മെഷീൻ ഓഫ് ഡിഗ്രി എമ്മും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. അതായത് ഇവിടെ ഒരു സാധാരണ സിംഗിൾ ഇൻസ്ട്രക്ഷൻ അറ്റ് എ സൈക്കിൾ, ഒരു ഒറ്റ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ഒരു സൈക്കിളിൽ ചെയ്യുന്ന സാധാരണ സ്കെയിലാർ, നമ്മൾ സാധാ കാണുന്ന പ്രോസസ്സറാണ് സ്കെയിലാർ മെഷീൻ. അപ്പോൾ സ്കെയിലാർ മെഷീൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തെ എല്ലാ പാരാമീറ്റേഴ്സും, ഇവിടുത്തെ ഈ ഒരു കമ്പാരിസൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ മെഷീൻ പൈപ്പ് ലൈൻ സൈക്കിൾ ഒന്നേ ഉണ്ടാവുള്ളൂ. ഒരു ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ റേറ്റ് എന്ന് പറയുന്നത് 1 ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിളാണ്. ഒരു ഇൻസ്ട്രക്ഷനെയാണ് ഒരു സൈക്കിളിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പൈപ്പ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ നമ്മൾ ഫെച്ച് ചെയ്യുന്നു ഒരു ഇൻസ്ട്രക്ഷൻ 1നെ ഫെച്ച് ചെയ്തു. രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിളിലാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് നടക്കുന്നുള്ളൂ. സോ സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിലായിരിക്കും അടുത്ത ഇൻസ്ട്രക്ഷൻ 2നെ ഫെച്ച് ചെയ്യുന്നത്. സച്ച് എ കൈൻഡ് ഓഫ് എ പൈപ്പ് ലൈൻ ഡിസൈനാണ് നമ്മുടെ സ്കെയിലാർ മെഷീനുള്ളത്. അപ്പോൾ അവിടുത്തെ ഇൻസ്ട്രക്ഷൻ്റെ ഇഷ്യൂ ലാറ്റൻസി എന്ന് പറയുന്നത് 1 ആണ്. ഇഷ്യൂ ലാറ്റൻസിയൊക്കെ നമ്മൾ നോക്കിയതാണ് ഓൾറെഡി. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിലായിട്ട് ഞാൻ പോകുന്നില്ല. കാണാത്തവർ അതിൻ്റെ വീഡിയോസ് കാണുക. അപ്പോൾ ഇഷ്യൂ ലാറ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ വന്നതിന് ശേഷം എത്ര ഡിലേ കഴിഞ്ഞിട്ടാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ വരുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇവർ തമ്മിൽ ഒരു സൈക്കിൾ ഗ്യാപ്പാണുള്ളത്, അതുകൊണ്ടാണ് 1 എന്ന് പറയുന്നത്. സിമ്പിൾ ഓപ്പറേഷൻ ലാറ്റൻസി എന്ന് പറയുന്നതും 1 ആണ്. അതിൻ്റെ ഓപ്പറേഷൻ ലാറ്റൻസിയാണ്, ഓപ്പറേഷനിൽ വരുന്ന ഡിലേ. അത് ഒരു ഫെച്ച് കഴിയുമ്പോൾ അടുത്തതിൻ്റെ ഡീകോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് ദാറ്റ്, അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഓപ്പറേഷൻ ലാറ്റൻസി ഈസ് 1. പിന്നെ ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ക്യാൻ ബി സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ടഡ് ഇൻ എ പൈപ്പ് ലൈനാണ്. നമ്മുടെ ഒരു എത്ര ഇൻസ്ട്രക്ഷൻസിനെ അറ്റ് എ ടൈമിൽ ചെയ്യാൻ പറ്റും, സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്കെയിലാറിലാണ് എങ്കിൽ അത് 1 ആണ്. അപ്പോൾ നമ്മൾ സൂപ്പർ സ്കെയിലാർ നോക്കുകയാണെങ്കിൽ സ്കെയിലാറും സൂപ്പർ സ്കെയിലാറും തമ്മിലുള്ള ഡിഫറൻസസ് ഇവിടെയാണ്, ഈ 2 സ്ഥലത്താണ്. ഇൻസ്ട്രക്ഷൻ്റെ ഇഷ്യൂ റേറ്റ് എന്ന് പറയുന്നത് സ്കെയിലാറിൽ ഒരെണ്ണത്തിനെ അറ്റ് എ ടൈമിൽ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ എങ്കിൽ സൂപ്പർ സ്കെയിലാറിൽ ഇൻസ്ട്രക്ഷനെ ഇഷ്യൂ ചെയ്യാൻ പറ്റും. അവർ തമ്മിലുള്ള ലാറ്റൻസി എന്ന് പറയുന്നത് 1 ആണ്. ഓപ്പറേഷൻ ലാറ്റൻസി 1 തന്നെയാണ്, അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം എന്ന് പറയുന്നത് ഇവിടെ ആണ്. എത്ര ഡിഗ്രി പറഞ്ഞിട്ടുണ്ടോ, ഇപ്പോൾ നമുക്ക് 2 ഡിഗ്രി പറയാം, 4 ഡിഗ്രി പറയാം. എത്രയാണോ അതിൻ്റെ ഡിഗ്രി പറഞ്ഞിരിക്കുന്നത് അത്രയും ആയിരിക്കും അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസത്തിനെ വച്ചിട്ട് നമുക്ക് ആ ഒരു പൈപ്പ് ലൈനിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് എമ്മും അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം എന്ന് പറയുന്നത് എമ്മും ആയിരിക്കും ഇൻ എ സൂപ്പർ സ്കെയിലാർ പ്രോസസ്സർ. അപ്പോൾ അതിൽ മാക്സിമം നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ക്യാൻ ബി സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ടഡ് ഇൻ എ പൈപ്പ് ലൈൻ ആണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം എന്ന് പറയുന്നത്. നമുക്ക് എത്ര ഇൻസ്ട്രക്ഷനെ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരുമിച്ച് എത്ര എണ്ണത്തിനെ എക്സിക്യൂട്ട് ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലൽസത്തിനെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇൻ എ സൂപ്പർ സ്കെയിലാർ പ്രോസസ്സർ. അതുകൊണ്ടാണ് അതിനൊരു ഹൈ എഫിഷ്യൻറ്റ് പ്രോസസ്സറായിട്ട് അത് മാറിയത്. സൂപ്പർ സ്കെയിലാർ പ്രോസസ്സർ ഓഫ് ഡിഗ്രി എം വരികയാണ് എങ്കിൽ അതിൻ്റെ ILP അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം എന്ന് പറയുന്നത് എം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ സ്കെയിലാർ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ നോക്കിക്കേ, ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആകെ കൂടി ഇവിടെ ഈ ഇതും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എം ആണ്, ഇവിടെ എം ആണ്, ഇവിടെ എം ആണ്. ഇപ്പോൾ ഈ എമ്മിൻ്റെ വാല്യൂ 1 ആണ് എങ്കിൽ ഇത് രണ്ടും സെയിം തന്നെയാണ്. സോ നമുക്ക് വേണമെങ്കിൽ ഈ സ്കെയിലാർ മെഷീനെ വേണമെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഡീജനറേറ്റഡ് കേസ് ഓഫ് എ സൂപ്പർ സ്കെയിലാർ പ്രോസസ്സർ വിത്ത് ഡിഗ്രി 1 എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഡിഗ്രി 1 ആയിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അതും സാധാ സ്കെയിലാറും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്നാണ് അതിൻ്റെ മീനിങ്. സോ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. എങ്ങനെയാണ് ഒരു സൂപ്പർ സ്കെയിലാറിൻ്റെ പൈപ്പ് ലൈൻ സ്ട്രക്ചർ എന്താണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഒരു ഇഷ്യൂ സൂപ്പർ സ്കെയിലാർ പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ് എക്സിക്യൂഷൻ റിസോഴ്സസ് ആർ ഇൻക്രീസ്ഡ് ഫോം എഫിഷ്യൻ്റ്ലി പൈപ്പ്ലൈൻസ് ഓപ്പറേറ്റിംഗ് കൺകറൻ്റ്ലി ആണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു 2 ഇഷ്യൂ സൂപ്പർ സ്കെയിലാർ പൈപ്പ് ലൈൻ പ്രോസസ്സറാണ്. അതായത് എമ്മിൻ്റെ വാല്യൂ ഇസ് 2, m = 2 ആണ്. 2 ഇൻസ്ട്രക്ഷൻസിനെ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഇവിടെ ഏത് ഇൻസ്ട്രക്ഷൻ എടുത്താലും അതിന് 4 സ്റ്റേജസ് ആയിട്ട് ഇവർ മാറ്റിയേക്കാണ്: ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് ആൻഡ് സ്റ്റോർ ബാക്ക്. സോ ഇതിനെ 4 സ്റ്റേജസ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തേക്കാണ്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ഫെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എമ്മിൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് 2 ഫെച്ചസ് ഒരുമിച്ച് ചെയ്യാനുള്ള സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. F1 ആൻഡ് F2 കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വരുന്നില്ല. F3 എന്തിനാണ് ഞാനിപ്പോൾ പറയുന്നില്ല. നമുക്ക് തൽക്കാലം F1 F2 കോൺസെൻട്രേറ്റ് ചെയ്യാം. M2 ആണ്. അപ്പം നമ്മൾ 2 ഫെച്ച് ചെയ്യാനായിട്ട് ഉള്ള ഫങ്ഷനാലിറ്റി കൊടുത്തിട്ടുണ്ട്. ഡീകോഡ് സ്റ്റേജിലും 2 എണ്ണത്തിന് അറ്റ് എ ടൈമിൽ ഡീകോഡ് ചെയ്യാനുള്ള ഫങ്ഷനാലിറ്റി ഉണ്ട്. ദെൻ എക്സിക്യൂട്ട് സ്റ്റേജ് നോക്കുമ്പോൾ ഈ എക്സിക്യൂട്ടിനൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷനെയും ഒരു സൈക്കിളിൽ തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചില ഇൻസ്ട്രക്ഷൻസിന് മോർ ദാൻ 1 ക്ലോക്ക് സൈക്കിൾസ് വേണ്ടി വരും. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇറ്റ് നീഡ്സ് 3 ക്ലോക്ക് സൈക്കിൾ, അഡീഷൻ ഇറ്റ് നീഡ്സ് 2 ക്ലോക്ക് സൈക്കിൾ. ബാക്കി ലോജിക്സിനൊക്കെ ഇപ്പോൾ ലോഡിങ് അങ്ങനെയുള്ളതിനൊക്കെ 1 ക്ലോക്ക് സൈക്കിൾ മതി. അപ്പോൾ ചിലതിന് 3, ചിലതിന് 2, ചിലതിന് 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് എക്സിക്യൂട്ട് സ്റ്റേജിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ആൻഡ് സ്റ്റോർ ബാക്ക് ഇറ്റ് ഓൺലി നീഡ് 1 സൈക്കിൾ. അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റോർ ബാക്ക് സ്റ്റേറ്റേ കൊടുത്തിട്ടുള്ളൂ. സോ ദിസ് ഇസ് ഹൗ ഒരു 2 ഇഷ്യൂ സൂപ്പർ സ്കെയിലാർ പൈപ്പ് ലൈൻ പ്രോസസ്സറിൻ്റെ ഡിസൈൻ ഇങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ദർ ഇസ് എ ലുക്ക് എഹെഡ് വിൻഡോ എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് M2 ആണ് എങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷനെ എക്സ്ട്രാ ആയിട്ട്, അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, ഈ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിൽ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന, ആരുമായിട്ടും ഡിപ്പെൻഡൻ്റ് ഒന്നും അല്ലാത്ത ചില ഇൻസ്ട്രക്ഷൻസ് കാണും. നമുക്ക് ഇപ്പോൾ ഈ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു വളരെ ചെറിയൊരു ഇൻസ്ട്രക്ഷൻ അതങ്ങ് ചെയ്താൽ തീർന്നു പൊക്കോളും. അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് എങ്കിൽ വി ക്യാൻ ആക്ച്വലി ഗിവ് ഇറ്റ് ടു എ ലുക്ക് എഹെഡ് വിൻഡോ. ആ ലുക്ക് എഹെഡ് വിൻഡോയിൽ നമുക്ക് 2+1 എക്സ്ട്രാ ഇൻസ്ട്രക്ഷനെയും കൂടെ കൂടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് എ പ്രീഫെച്ചിങ് പോലെ നമുക്ക് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ വേറെ ആരും ഡിപ്പെൻഡൻസി ഒന്നും ഇല്ലാത്ത നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസിനെ ഈ ലുക്ക് എഹെഡ് വിൻഡോയിലേക്ക് എടുത്ത് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനും ഈ പറഞ്ഞ സ്റ്റേജസിലേക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഡൺ.
ലുക്ക് അഹെഡ് വിൻഡോയിന് അതിൻ്റേതായ ഫെച്ചും ഡീകോഡിങ് യൂണിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ശരിക്കും ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് ഒരു ഓർഡറിലല്ല, നമ്മൾ കറക്റ്റ് ഓർഡറിൽ തന്നെ 1 2 3 4 5 6 എന്ന ഓർഡറിലല്ലാതെ ഔട്ട് ഓഫ് ഓർഡറായിട്ട് ഇൻസ്ട്രക്ഷൻസിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ലുക്ക് അഹെഡ് വിൻഡോ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ ലെറ്റ്സ് സീ. സോ ഇവിടെ ഈ ഒരു സൂപ്പർ സ്കെയിലാറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഡാറ്റ ഡിപ്പെൻഡൻസ്. സോ നമ്മൾ ഡാറ്റ ഡിപ്പെൻഡൻസ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. സോ ഇവിടെ മോർ ദാൻ വൺ ഇൻസ്ട്രക്ഷൻസിനെ പൈപ്പ് ലൈൻ ചെയ്യുമ്പോൾ വി നീഡ് ടു കൺസിഡർ ഡാറ്റ ഡിപ്പെൻഡൻസ്. ഇവർ തമ്മിൽ എന്തൊക്കെ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ 6 ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്രോഗ്രാം ഓർഡർ. I1 I2 അപ് ടു I6 വരെ 6 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഈ 6 ഇൻസ്ട്രക്ഷനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ദർ ഈസ് 3 ഡിപ്പെൻഡൻസ് ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്. I1ഉം I2ഉം തമ്മിൽ ഫ്ലോ ഡിപ്പെൻഡൻസ് ഉണ്ട്. I3ഉം I4ഉം തമ്മിൽ ആൻറ്റി ഡിപ്പെൻഡൻസ് ഉണ്ട്. I5ഉം I6ഉം തമ്മിൽ ഔട്ട്പുട്ട് ആൻഡ് ഫ്ലോ ഡിപ്പെൻഡൻസ് ഉണ്ട്. സോ ഇവരെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഈ ഒരു ഡിപ്പെൻഡൻസും കൂടെ കണക്ക് കൂട്ടണം. ഇപ്പോൾ ഡിപ്പെൻഡൻസ് ഇപ്പോൾ I2 എന്ന് പറയുന്നത് I1 ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ I1 എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്യാനാണ്. R1ലേക്ക് Aൻ്റെ വാല്യൂ ലോഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് R1 ആണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് Aൻ്റെ വാല്യൂ ലോഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ലോഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. R1ൻ്റെ അകത്ത് Aൻ്റെ വാല്യൂ വന്നാലല്ലേ ഈ Aനെയും ഈ R2നെയും തമ്മിൽ കൂട്ടാൻ പറ്റുള്ളൂ. Aൻ്റെ വാല്യൂ വന്നില്ലെങ്കിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ തീർന്നാലേ I1 തീർന്നാലേ I2ന് ചെയ്യാനൊരു സ്കോപ്പുള്ളൂ. സോ അങ്ങനെ തന്നെ അത് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വിൽ ബി എറേനിയസ് റിസൾട്ട് ആയിരിക്കും പ്രൊഡ്യൂസർ ചെയ്യുന്നത്. സോ ഡിപ്പെൻഡൻസി ഷുഡ് ഓൾവേസ് ബി കൺസിഡേർഡ്. സോ ഈ ഒരു ഡിപ്പെൻഡൻസി കൺസിഡർ ചെയ്യുമ്പോൾ വി വിൽ ഹാവ് എ പ്രോബ്ലം ദാറ്റ് ഈസ് കോൾഡ് പൈപ്പ്ലൈൻ സ്റ്റാളിംഗ് എന്ന് പറയും. അതിന് സ്റ്റാളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിലേ ആണ് ഇൻ എക്സിക്യൂഷൻ ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ ഇൻ ഓർഡർ ടു റിസോൾവ് എ ഹസാർഡ്. നമ്മൾ ഹസാർഡ്സ് ഒക്കെ നോക്കിയതാണ്. സോ ഹസാർഡ്സ് വരാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു ഹസാർഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വി ഷുഡ് ആഡ് സം ഡിലേ. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ 2 ഇൻസ്ട്രക്ഷൻ തമ്മിൽ ഫ്ലോ ഡിപ്പെൻഡൻസ് ഉണ്ട്. രണ്ടാമത്തത് ആദ്യം ചെയ്യുവാണ് എങ്കിൽ ദർ വിൽ ബി എ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു ഹസാർഡ് ഫോം ചെയ്യും എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ വി ഷുഡ് അവോയ്ഡ് ദാറ്റ് സിറ്റുവേഷൻ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിലേ, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അയാൾ ചെയ്ത് തീർന്നുണ്ടാവും. ആ തീർന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പണി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. സോ പൈപ്പ് ലൈൻ സ്റ്റാളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിലേ ആണ്. ആ ഡിലേ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതാണ് പൈപ്പ് ലൈൻ സ്റ്റാളിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റാളിംഗ് വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള ക്ലോക്ക് സൈക്കിളാണ് ഇവിടെ വേസ്റ്റ് ആവുന്നത്. നമ്മുടെ എഫിഷ്യൻസിയാണ് ഇതുകൊണ്ട് നശിക്കുന്നത്. സോ അതുകൊണ്ട് ഈ സ്റ്റാളിംഗ് എപ്പോഴും നമ്മൾ ഒഴിവാക്കണം. എന്നാൽ സ്റ്റാളിംഗ് ഒഴിവാക്കി കഴിഞ്ഞ് ഹസാർഡ് വരുത്തണം എന്നല്ല പറയുന്നത്. സ്റ്റാളിങ്ങും വരാൻ പാടില്ല, ഹസാർഡും വരാൻ പാടില്ല. അപ്പോൾ വി ഷുഡ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബെറ്റർ യൂട്ടിലൈസേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇറ്റ് നീഡ് സം പ്രോപ്പർ ഷെഡ്യൂളിംഗ് വേണ്ടി വരും ടു അവോയ്ഡ് സ്റ്റാളിംഗ്. സോ ഇത് സ്കെയിലാറിൽ സൂപ്പർ സ്കെയിലാറിൽ മാത്രമല്ല സ്കെയിലാറിലും ഉള്ളതാണ് ഈ സാധനം, ഈ സ്റ്റാളിംഗ് എന്ന് പറയുന്നത്. സോ ഇത് ഏതിലായാലും ബാഡ് തന്നെയാണ്. പക്ഷേ സൂപ്പർ സ്കെയിലാറിൽ വി കനോട്ട് അഫോർഡ് ഇറ്റ്. ബിക്കോസ് നമ്മൾ അത്രയും കാശ് കൊടുത്തിട്ടായിരിക്കും ഇതുപോലൊരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടൊരു പ്രൊസസ്സർ വാങ്ങി വയ്ക്കുന്നത്. അതിൽ ഡിലേ എന്ന് പറഞ്ഞാൽ വി കനോട്ട് അഫോർഡ് ഇറ്റ്, വി ഷുഡ് അവോയ്ഡ് ഇറ്റ്. അതാണ് വേണ്ടത്. സോ ഈ സ്റ്റാളിംഗ് എന്ന് പറയുന്നത് ഡാറ്റ ഡിപ്പെൻഡൻസ്, റിസോഴ്സ് കോൺഫ്ലിക്ട്സ് ഒക്കെ കൊണ്ടാണ് വരുന്നത്. പക്ഷേ വി ഷുഡ് ബി ഏബിൾ ടു അവോയ്ഡ് ദാറ്റ്. ഇതാണ് സ്റ്റാളിംഗ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഡിപ്പെൻഡൻസ് ഒന്നും ഇല്ലെങ്കിൽ I1ഉം I2, ഇപ്പോൾ 2 ഇഷ്യൂ ആണിത്. m=2 ഉള്ള ഒരു സൂപ്പർ സ്കെയിലാർ ഡിസൈനാണിത്. 2 ഇൻസ്ട്രക്ഷനെ അറ്റ് എ ടൈം നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ I1 ഫസ്റ്റ് സൈക്കിളിൽ I1നെയും I2നെയും ഫെച്ച് ചെയ്യുന്നു. സെക്കൻഡ് സൈക്കിളിൽ I3നെയും I4നെയും ഫെച്ച് ചെയ്യുന്നു. ഇപ്പോൾ
ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിപ്പെൻഡൻസ് ഒന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ഡിലേ ഒന്നുമില്ലാതെ 6 സൈക്കിളിൽ I4 വരെ ചെയ്ത് തീരുന്നു എന്നിരിക്കട്ടെ. അതേസമയം ഡിപ്പെൻഡൻസ് വരികയാണ്. ഇപ്പോൾ I2ന് I1ഉമായിട്ട് ഒരു ഡിപ്പെൻഡൻസ് വരികയാണ് എങ്കിൽ I1 തുടങ്ങി I1 ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യാൻ 2 സൈക്കിൾ എടുത്തു എന്നിരിക്കട്ടെ. ഈ 2 സൈക്കിളും കഴിഞ്ഞാലേ ഈ I2 ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ ഇഷ്യൂ. പിന്നെ ചിലപ്പോൾ ചില കേസിൽ ഇപ്പോൾ ഇത് I3 എടുക്കുകയാണെങ്കിൽ I3 കഴിഞ്ഞിട്ടാണ് I4 വരുന്നത്. പിന്നെ ഈ ഡിലേ എന്ന് പറയുന്നത് ചിലപ്പോൾ പാസ് ഓൺ ചെയ്യേണ്ടതായിട്ടും വരും, അടുത്ത ഇൻസ്ട്രക്ഷനിലേക്കും പാസ് ഓൺ ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പഠിക്കാം. സോ ദിസ് ഈസ് സ്റ്റാളിങ്. സോ ഇനി ഈ കൊടുത്തിരിക്കുന്നത് ബ്രാഞ്ചിങ് വരികയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് ബ്രാഞ്ച് വരികയാണ്, അതായത് നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ബ്രാഞ്ചിങ്. ബ്രാഞ്ചിങ് വരികയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ഭയങ്കര രൂക്ഷമാണ്. ബ്രാഞ്ചിങ് വരുമ്പോൾ നമ്മൾ ഇതുവരെ ഫെച്ച് ചെയ്ത് വെച്ച ഇൻസ്ട്രക്ഷൻസിനെ എല്ലാം ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ട് വേണം, അതായത് അതൊന്നും നമുക്കിനി ആവശ്യമില്ല, നമ്മൾ പുതിയൊരു സ്ഥലത്തേക്കാണ് ചെല്ലാൻ പോകുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ചെയ്ത് വെച്ചത് കംപ്ലീറ്റ് കളയണം, എന്നാൽ മാത്രമേ അടുത്ത ഇൻസ്ട്രക്ഷൻ കിട്ടുകയുള്ളൂ. സോ ദിസ് ഈസ് ദി എഫക്റ്റ് ഓഫ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ I1ഉം I2ഉം നമ്മൾ ലോഡ് ചെയ്ത് വെച്ചു, ഫെച്ച് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് ഈ I1ഉം I2ഉം ആവശ്യമില്ല എന്ന്. സോ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നമ്മുടെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 5 സൈക്കിൾസ് നമ്മൾ വേസ്റ്റ് ചെയ്തു. 6th സൈക്കിളിലാണ് നമുക്ക് അടുത്ത ഇൻസ്ട്രക്ഷനെ അടുത്ത ഒരു ബ്രാഞ്ചിൽ ചെന്നിട്ട് നമുക്ക് ആ ഇൻസ്ട്രക്ഷനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. So I3 and I4 will be flushed before the target instruction. I3 and I4 can enter the pipeline from cycle 6. Okay, this is the effect of branching. So this is ഇത് ഭയങ്കര ഒരു ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കേസാണിത്. So this is this shows a combined problem involving both resource conflict and data dependence. ഇതിൻ്റെ അകത്ത് റിസോഴ്സ് കോൺഫ്ലിക്റ്റും വന്നിട്ടുണ്ട്, ഡാറ്റയുടെ ഡിപ്പെൻഡൻസും വന്നിട്ടുണ്ട്. സോ ഇവിടെ I1 and I2 conflict in using same functional unit. I4 use data generated by I2. സോ ഇവിടെ I4ന് I2ൻ്റെ ഡാറ്റേനെ വേണം. സോ I2 ചെയ്ത് കഴിയാണ്ട് I4 തുടങ്ങില്ല. I1ഉം I2ഉം തമ്മിലും ഇതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. സോ I1 തീർന്നിട്ടാണ് നമ്മൾ I2 തുടങ്ങുന്നത്. സോ ഈ I2 കഴിഞ്ഞ് I2ൻ്റെ ഈ ഡിലേ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കും പാസ് ഓൺ ആകും. അതുകൊണ്ടാണ് ഇവിടെയും ഡിലേ വന്നേക്കുന്നത്. സോ I2 കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് I3 തുടങ്ങുന്നുള്ളൂ. ദെൻ ഈ ഡിലേ തന്നെ ഇങ്ങോട്ടേക്കും പാസ് ഓൺ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ഹൗ this works. സോ ഇവിടെ I3 എന്ന് പറയുന്നതും ഡിലേ ചെയ്യാനുള്ള കാരണം I2ൻ്റെ അകത്തൊരു ഡിലേ വന്നപ്പോൾ ആ ഡിലേ പാസ് ഓൺ ചെയ്തേക്കാണ് ടു I3. ഓക്കെ, ആൻഡ് I4 എന്ന് പറയുന്നത് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ I2 കംപ്ലീറ്റ് എക്സിക്യൂഷൻ കഴിയാണ്ട് I4 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ സൂപ്പർ സ്കെയിലാർ പൈപ്പ് ലൈൻ ഷെഡ്യൂളിംഗ് ചെയ്യണം. നമുക്ക് ഈ കോൺഫ്ലിക്റ്റൊക്കെ ഒഴിവാക്കി സ്റ്റാളിങ് കളയണമെങ്കിൽ വി നീഡ് സം കൈൻഡ് ഓഫ് ഷെഡ്യൂളിംഗ്. ആ ഷെഡ്യൂളിംഗ് ചെയ്യാനായിട്ട് ദർ ആർ ആക്ച്വലി 3 മെത്തേഡ്സ് ആണുള്ളത്. ഇൻ ഓർഡർ ഇഷ്യൂ വിത്ത് ഇൻ ഓർഡർ കംപ്ലീഷൻ, ഇൻ ഓർഡർ ഇഷ്യൂ വിത്ത് ഔട്ട് ഓർഡർ കംപ്ലീഷൻ, ഔട്ട് ഓർഡർ ഇഷ്യൂ വിത്ത് ഔട്ട് ഓർഡർ കംപ്ലീഷൻ. ഇൻ ഓർഡർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് കേസാണ്. ഇത് വെച്ചിട്ട് സ്റ്റാളിങ് നമുക്ക് അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. ഇവിടെ കറക്റ്റ് ഓർഡറിൽ തന്നെ ഇഷ്യൂ ചെയ്യണം, അത് കമ്പൽസറിയാണ്. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നേരത്തെ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഹിയർ ഐ ഹാവ് റീപ്ലേസ്ഡ് ഇറ്റ് വിത്ത് ദിസ് ഇൻസ്ട്രക്ഷൻസ്. സോ ഇവിടെ ഈ 6 ഇൻസ്ട്രക്ഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്.
അപ്പോൾ ഈ 6 ഇൻസ്ട്രക്ഷൻസ് ഇൻ ഓർഡർ ആയിട്ട് തന്നെ ചെയ്യണം. ഇൻ ഓർഡർ ഇഷ്യൂ ആണ്. സോ വി ഹാവ് ടു ഡൂ ഇറ്റ് ഇൻ ഓർഡർ ആയിട്ട് തന്നെ ചെയ്യണം. I1 കഴിഞ്ഞ് I2, I2 കഴിഞ്ഞ് I3, I3 കഴിഞ്ഞ് I4, I5 കഴിഞ്ഞ് I6 ഇങ്ങനെ തന്നെ ചെയ്യണം. ആൻഡ് ഇതിൻ്റെ കംപ്ലീഷൻ ഓർഡറും ഇതേ ഓർഡറിൽ തന്നെ ചെയ്യണം. അതായത് I1 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ I2 കംപ്ലീറ്റ് ചെയ്യാവുള്ളൂ, I2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ I4 കംപ്ലീറ്റ് ചെയ്യാവുള്ളൂ, I4 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ I5 കംപ്ലീറ്റ് ചെയ്യാവുള്ളൂ, I5 കംപ്ലീറ്റ് ചെയ്താലേ I6 കംപ്ലീറ്റ് ആവാവുള്ളൂ. ഇതാണ് ഇൻ ഓർഡർ ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് ഇത് ഇഷ്യൂ ചെയ്യുന്നതും കംപ്ലീറ്റ് ചെയ്യുന്നതും സെയിം ഓർഡറിലാണ്. നോ ഓർഡർ ചേഞ്ചസ് അക്സെപ്റ്റഡ്. അതാണ് ഇൻ ഓർഡർ എന്ന് പറയാൻ കാരണം. സോ നമ്മൾ I1 I2 നമ്മൾ ആദ്യമേ തന്നെ ഫെച്ച് ചെയ്യുന്നു. I1 എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ആ എൻ്റെ വാല്യൂ നമ്മൾ R1ലേക്ക് ലോഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് I2 എന്ന് പറയുന്ന ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. സോ ഫെച്ച് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു, നോ ഇഷ്യൂ. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാണ്. ലോഡ് ചെയ്യാൻ ഒരു ക്ലോക്ക് സൈക്കിൾ മതി. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ സമയത്ത് സെയിം ടൈമിൽ ഇവിടെ I2 റെഡിയാണ്. I2 ഈസ് റെഡി ടു ഡൂ സംതിങ്. പക്ഷേ I2ന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ അഡീഷനാണ് ചെയ്യാനുള്ളത്. അഡീഷൻ ചെയ്യണമെങ്കിൽ I1 കംപ്ലീറ്റ് ആയാലേ അഡീഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ I2 എന്ത് ചെയ്തു? I2 വിൽ ബി വെയിറ്റിംഗ് ഹിയർ. അത് കഴിഞ്ഞപ്പോൾ ഈ I1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റോർ ബാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അഡീഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അഡീഷൻ ചെയ്യാൻ 2 ക്ലോക്ക് സൈക്കിൾ വേണം. ആഡ് ഈ ആഡ് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു സമയത്ത് തന്നെ ഈ ആഡ് ചെയ്യാൻ 2 ടൈം വേണം. സോ ഇവിടെ ഈ ഒരു സമയത്ത് ഇവിടെ നമ്മുടെ I3 ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിൽ I3 I4 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. I3 ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്തു. I3 എന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാനാണ് R3ഉം R4ഉം. പക്ഷേ ഇത് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് I2 ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. I2 ഈ സമയത്ത് ഈ സെയിം ടൈമിൽ I2 ആഡർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. I2 ആഡർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക മീൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ആഡർ ഒരെണ്ണുള്ളൂ, അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു റിസോഴ്സ് കോൺഫ്ലിക്റ്റ് വന്നു. നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഈ ആഡർ ഫ്രീ ആവുമ്പോൾ നമ്മൾ ഈ ആഡർ ഇവിടെ കിട്ടി. ആഡീഷൻ നമ്മൾ റെസ്യൂം ചെയ്യുന്നു. സോ ഇതിവിടെ ഒരു റിസോഴ്സ് കോൺഫ്ലിക്റ്റ് ആണ്. ഇവിടെ ഡാറ്റ കോൺഫ്ലിക്റ്റ് ആണ് വന്നേക്കുന്നത്. സോ ഇവിടെ നമ്മൾ നമ്മുടെ ആഡർ ഫ്രീ ആയി കഴിയുമ്പോൾ അഡീഷൻ ചെയ്യുന്നു. ഇനി നോക്കുകയാണെങ്കിൽ അടുത്തത് I4 ആണ്. I4 ചെയ്യാനായിട്ട് ഇഷ്യൂസ് ഒന്നുമില്ല. ബിക്കോസ് ഇതൊരു മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. മൾട്ടിപ്ലയർ ഇപ്പോൾ നമ്മൾ ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ I4 സാധാരണ പോലെ അങ്ങ് ചെയ്തുകൊണ്ടേയിരിക്കും. I4 ചെയ്ത് സ്റ്റോർ ബാക്ക് ചെയ്യുന്നു. നോ ഇഷ്യൂ. ഇവിടെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. അടുത്തത് I5 നോക്കുകയാണെങ്കിൽ I5 തേർഡ് സൈക്കിൾ I5 തുടങ്ങിയായിരുന്നു. പക്ഷേ I5 ഒരു സാധാരണ കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. കമ്പാരിസൺ എന്ന് പറയുന്നത് ഇവരെ ആരെയും ബാധിക്കുന്നൊരു കാര്യമല്ല. ആഡർ വേണ്ട, മൾട്ടിപ്ലയർ വേണ്ട, ഇവരാരെയും ബാധിക്കുന്നൊരു കാര്യമല്ല. പക്ഷെ നോക്കുകയാണെങ്കിൽ I5 ഈസ് വെയിറ്റിംഗ് ഫോർ 2 സൈക്കിൾസ്. ഇവിടെ ഈ 2 സൈക്കിൾ I5 ഐഡിയലായിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ I1 തീർന്നതിന് ശേഷമേ I2 തീരാൻ പാടുള്ളൂ. I3 സ്റ്റോർ ബാക്ക് ചെയ്തതിന് ശേഷമേ I4 സ്റ്റോർ ബാക്ക് ചെയ്യാൻ പാടുള്ളൂ. I4ഉം തീർന്നതിന് ശേഷമേ I5 സ്റ്റോർ ബാക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ I5 നോക്കാൻ നേരത്ത് I4 തീർന്നിട്ടില്ല. I5ന് വേണമെങ്കിൽ ഇത് ഇവിടെ വച്ചിട്ട് സ്റ്റോർ ബാക്ക് ചെയ്യാമായിരുന്നു. ഈ പൊസിഷനിൽ ഹി ക്യാൻ സ്റ്റോർ ബാക്ക്. പക്ഷേ അങ്ങനെ സ്റ്റോർ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ I5 എന്ന് പറയുന്നത് I3നേക്കാളും I4നേക്കാളും മുമ്പ് തീരും. അങ്ങനെ പാടില്ല. ഇറ്റ് ഷുഡ് ഓൾവേസ് എൻഡ് ഇൻ സെയിം ഓർഡർ. ആ ഓർഡർ മാത്രമേ തീരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 2 ക്ലോക്ക് സൈക്കിൾ വി വിൽ ബി വെയിറ്റിംഗ് ഫോർ I4 ടു ഫിനിഷ്. I4 ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് I5 വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ എഗെയിൻ I6ൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു ഡിലേ വരാൻ കാരണം ഇവിടെ I4 മൾട്ടിപ്ലയർ യൂസ് ചെയ്യുന്ന സമയമായതുകൊണ്ടാണ്. ഈ ടൈമിൽ I4 മൾട്ടിപ്ലൈ ചെയ്ത് തീർന്നിട്ടില്ല, തീരാൻ നോക്കിയേക്കാണ്. M3 എത്തിയപ്പോഴത്തേക്കും മൾട്ടിപ്ലയർ ഫ്രീ ആയി. I6ഉം കൂടി മൾട്ടിപ്ലയർ യൂസ് ചെയ്ത് നമ്മൾ സ്റ്റോർ ബാക്ക് ചെയ്യുന്നു.
ദിസ് ഈസ് ഇൻ ഓർഡർ ഇഷ്യൂ. ദെൻ അടുത്തത് എന്ന് പറയുന്നത് ഇൻ ഓർഡറായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു, പക്ഷേ കംപ്ലീഷൻ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഓർഡർ ആയാലും കുഴപ്പമില്ല. അതായത് ഇഷ്യൂ ചെയ്യുമ്പോൾ I1 I2 I3 I4 I6 വെച്ച് തന്നെ ഇഷ്യൂ ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യുന്ന ഓർഡർ ഈസ് നോട്ട് നെസസറിലി ഈ ഓർഡറിൽ തന്നെ തീരണം എന്നില്ല. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നേരത്തെ നമ്മൾ ഇവിടുത്തെ ഫിഗറും ഇതും ഈ ഫിഗറും ആയിട്ടുള്ള വ്യത്യാസം ഈസ് വെരി വെരി സിമ്പിൾ. ആകെ വ്യത്യാസം ഇസ് നേരത്തെ പറഞ്ഞതിൽ നിന്ന് I5ന് നേരത്തെ എക്സിക്യൂട്ട് ചെയ്ത് തീർക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ കിട്ടുന്നുണ്ട്. I5 എന്ന് പറയുന്നത് ഈസ് അലൗഡ് ടു കംപ്ലീറ്റ് എഹെഡ് ഓഫ് I3 ആൻഡ് I4. അപ്പോൾ കാര്യം മറ്റത് വെച്ച് നോക്കുമ്പോൾ സെയിം നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾസ് ഒക്കെയാണ്, പക്ഷേ പൈപ്പ് ലൈൻ്റെ യൂട്ടിലൈസേഷൻ റേറ്റ് ഒന്നും കൂടി കൂട്ടാൻ നമുക്ക് സാധിച്ചു. ഇവിടെ ആകെ 3 സ്റ്റോളിങ്ങേ വന്നിട്ടുള്ളൂ. അതേസമയം ഇവിടെ 5 സ്റ്റോളിങ് വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ. 9 സൈക്കിളും 5 ഐഡൽ സൈക്കിൾസും വന്നു ഇതിൻ്റെ അകത്ത്. ഇതിലും കാര്യം ദിസ് ഓൾസോ ഹാസ് 9 സൈക്കിൾ, ബട്ട് നമ്പർ ഓഫ് ഐഡൽ സൈക്കിൾ ബിക്കം 3 ആയിട്ട് കുറഞ്ഞു. ദാറ്റ് ഈസ് ദി എഫിഷ്യൻസി ഹിയർ. നെക്സ്റ്റ് ഇസ് ഔട്ട് ഓഫ് ഓർഡർ ഇഷ്യൂ ആണ്. അതായത് ഇഷ്യൂ ചെയ്യുന്ന ഔട്ട് ഓഫ് ഓർഡർ ആണ്, അത് എൻഡ് ചെയ്യുന്നതും കംപ്ലീറ്റ് ചെയ്യുന്നതും ഔട്ട് ഓഫ് ഓർഡർ ആണ്. ഇവിടെയാണ് നമ്മൾ ലുക്ക് അഹെഡ് വിൻഡോ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു 5 ഇൻസ്ട്രക്ഷനിൽ ഈ I5 എന്ന് പറഞ്ഞാൽ ആരെയും ഡിപ്പെൻഡൻ്റ് അല്ല, ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കില്ല. മൾട്ടിപ്ലയർ വേണ്ട, ആഡർ വേണ്ട, ഇവർക്ക് ആരുമായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസിനെ വി ക്യാൻ ആക്ച്വലി ടേക്ക് ഇറ്റ് ഇൻ എ ലുക്ക് അഹെഡ് വിൻഡോയിലേക്ക് കൊണ്ടുവച്ച് അതിനെ നമുക്ക് എക്സിക്യൂഷൻ നടത്തി തീർക്കാം. സോ ഇവിടെ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്തേക്കാണ്. ഹിയർ ആദ്യം I3 അഡീഷനും മൾട്ടിപ്ലിക്കേഷനും I3 I4 ആദ്യം ചെയ്യുന്നു, അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യുന്നു. വി ആർ കൺസിഡറിങ് ലൈക്ക് ഡിപ്പെൻഡൻസി ഈസ് നോട്ട് ദെയർ. അങ്ങനെയുള്ളൊരു കേസിലാണ് നമ്മളിത് കൺസിഡർ ചെയ്തേക്കുന്നത്. ഈ ഓർഡർ ഇസ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു കേസിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും നമ്മൾ ആദ്യമേ ചെയ്യുന്നു. ദെൻ ലുക്ക് അഹെഡ് വിൻഡോയിൽ വി ആർ ആക്ച്വലി ഡൂയിങ് ദാറ്റ് കമ്പാരിസൺ, അതവിടെ നടക്കുന്നുണ്ട്. അടുത്ത ക്ലോക്ക് സൈക്കിൾ, ഇത് ഒരു ക്ലോക്ക് സൈക്കിളാണ്, ഇത് ക്ലോക്ക് സൈക്കിൾ 1-ലാണിത്. അടുത്ത ക്ലോക്ക് സൈക്കിൾ 2-ൽ നമ്മൾ I6നെയും I2നെയും നമ്മൾ I1നെയും നമ്മൾ ലോഡിങ്ങും മൾട്ടിപ്ലിക്കേഷനുമാണ്, അതിനെ രണ്ടിനെയും നമ്മൾ കൊണ്ടുവരുന്നു. സോ ദെൻ ലാസ്റ്റ് തേർഡ് ക്ലോക്ക് സൈക്കിളിൽ നമ്മൾ I2നെയും കൂടി ചെയ്യുന്നു. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ദർ വോണ്ട് ബി എ ഡിലേ ഇൻ ഹിയർ. ഇവിടെ ഡിലേസ് ഒന്നും വരുന്നില്ല. നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ ആൻഡ് 7 ക്ലോക്ക് സൈക്കിൾസിൽ നമുക്കിത് ചെയ്ത് തീർക്കാനും പറ്റും. ഇതിൻ്റെ ഇഷ്യൂ ചെയ്യുന്ന ഓർഡർ ഇതാണ്. ഫസ്റ്റ് പൈപ്പ് ലൈൻ, ഫസ്റ്റിൽ പൈപ്പ് 1-ൽ I3 I6, സെക്കൻഡ് പൈപ്പിൽ I4 I1 I2, ലുക്ക് അഹെഡിൽ I5. അപ്പോൾ കംപ്ലീഷൻ ചെയ്യുന്ന ഓർഡർ ആദ്യം I5 തീരും, പിന്നെ I3 I2, ദെൻ I1 I4 I6, ഇങ്ങനെയായിരിക്കും ഇത് തീരുന്നത്. സോ ഹിയർ യൂട്ടിലൈസേഷൻ ഇസ് ബെറ്റർ. സോ ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ഇൻ ഓർഡർ എന്ന് പറയുന്നത് ഇപ്പോൾ അധികം സിംപ്ലസ്റ്റ് ആണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, പക്ഷെ അത് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒന്നല്ല ബിക്കോസ് ഓഫ് ഇറ്റ്സ് പുവർ യൂട്ടിലൈസേഷൻ. ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് സ്കെയിലാറിനും സൂപ്പർ സ്കെയിലാറിനും ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ്, ബെറ്റർ പെർഫോമൻസ് തരും, പാരലലിസം എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ് ഇതിൻ്റെ അകത്ത്. പൈപ്പ് ലൈൻ എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. സോ ദ ലാസ്റ്റ് ടോപ്പിക്സ് ആർ സൂപ്പർ സ്കെയിലാറിൻ്റെ പെർഫോമൻസ് ആണ്. സോ ദർ ആർ എ ഫ്യൂ ടേംസ്. ടൈം റിക്വയർഡ് ബൈ സ്കെയിലാർ ബേസ് മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ടിൻ്റെയും കമ്പാരിസൺ ആണ്, എഫിഷ്യൻസിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സ്കെയിലാർ വേഴ്സസ് സൂപ്പർ സ്കെയിലാറാണ് നോക്കുന്നത്. T11ൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈം റിക്വയർഡ് എന്ന് പറയുന്നത് ടൈം റിക്വയർഡ് ഓഫ് സ്കെയിലാർ ബേസ് മെഷീൻ എന്ന് പറയുന്നത് K+N-1 ബേസ് സൈക്കിൾസ് ആയിരിക്കും.
n ഇൻഡിപെൻഡൻറ്റ് ഇൻസ്ട്രക്ഷൻ. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷനാണ്, k സൈക്കിൾസ് ആണ്. സോ k + n-1 ബേസ് സൈക്കിൾസ് ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു m ഇഷ്യൂ ബേസ് സ്കെയിലാർ പ്രോസസ്സർ ആണ് എങ്കിൽ അതിൻ്റെ അകത്ത് k + n-m/m ബേസ് സൈക്കിൾസ് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് k എന്ന് പറയുന്നത് ടൈം റിക്വയർഡ് ടു എക്സിക്യൂട്ട് ഫസ്റ്റ് m ഇൻസ്ട്രക്ഷൻസ് ആണ്. ആൻഡ് ബാക്കി n-m ഇൻസ്ട്രക്ഷൻസ് ആണ് ചെയ്യാനായിട്ട് n-m/m ടൈമും എടുക്കും. m per cycle through m pipelines ആണ്. സോ T(m)(1) എന്ന് പറയുന്നത് k + n-m/m ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് സ്പീഡപ്പ് കണ്ടുപിടിക്കാം. T(1) അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഗെയിൻ ചെയ്യാം. m × n + k-1/n + m × k-1. ഇതിൻ്റെ അകത്ത് n ഒരു ഭയങ്കര വലിയ വാല്യൂ ആവുകയാണെങ്കിൽ ഇതിൻ്റെ സ്പീഡപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ടു m എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് മാറും. സോ ദിസ് ഈസ് അബൌട്ട് സൂപ്പർ സ്കെയിലാർ processor. Hope you have enjoyed this and benefited from this. Thank you.